ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് കേട്ടോ. നമ്മൾ ഇന്ന് രാവിലെ തന്നെ ഒരു വ്ളോഗ് എടുക്കാന്ന് വിചാരിച്ച ഒരു മോർണിംഗ് റൊട്ടീൻ അല്ല മർസി? നമ്മളെ പഴയ മോർണിംഗ് റൊട്ടീനും ഇപ്പോഴത്തെ ഒരു മോർണിംഗും അതായത് മൊത്തത്തിലൊന്ന് ചേഞ്ച് ആയി. മെയിനായിട്ട് ചേഞ്ച് ആയിട്ടുള്ളത് മർസിക്കാണ്. എനിക്ക് വലിയ ചേഞ്ച് ഒന്നും ഇല്ല, എന്നാലും ചെറിയ ചെറിയ ചേഞ്ച്. നമ്മള് പണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രയർ കഴിഞ്ഞിട്ടാകുമ്പോ അവിടെ തന്നെ കിടന്നുറങ്ങും. പിന്നെ എന്നിട്ട് ഒരു 8 മണി ആ സമയമാകുമ്പോ പിന്നെ എണീക്കാൻ. ഇപ്പൊ അങ്ങനെയല്ല, കുറച്ചും കൂടി ഒന്നും കൂടി എന്താ എതിർക്ക അതിന് പറയല്, ഒരു ദൃഢം എന്താ നമ്മ ഇതെടുക്കലില്ലേ, അതന്നെ. അങ്ങനെയൊന്നല്ല, ഞാൻ വെറുതെ പറഞ്ഞത് അങ്ങനെ തന്നെയെന്ന് പറയുന്നത്. അതെടുത്തു. നമ്മള് കുറച്ചും കൂടി ഒന്ന് ഹെൽത്തും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്യാൻ നോക്കാന്ന് വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ജിമ്മിന് പോകാൻ തുടങ്ങി. അത് ഞാൻ ഏറ്റവും വലിയ ചേഞ്ച്. ജിമ്മിന് പോകാൻ തുടങ്ങിയിട്ട് ഇപ്പൊ കുറച്ച് ദിവസമായി കേട്ടാ. എല്ലാരും പറയുന്നുണ്ട് തടി കൂടിയെന്ന്. തടി അങ്ങനെ വലിയ കൂടുതലൊന്നുമില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് കൂടി വരുന്നുണ്ട് നമുക്ക്. പിന്നെ പിടിച്ച കിട്ടണ്ട. ഇപ്പൊ ഒന്നാന്ന് വെച്ചാല് ഇതില്ലേ, ആപ്സാണ് കൂടി വരുന്നത്. അപ്പോൾ ജിമ്മിന് പോകാന്നൊക്കെ വിചാരിച്ചു. ഇപ്പൊ എത്ര ദിവസം പോകാതായിട്ട്? 3-4 ദിവസമായി പോകാൻ തുടങ്ങിട്ടാ. ഒന്നും പറയണ്ട, ഫസ്റ്റ് ഡേ ആയതുകൊണ്ട് തന്നെ ഫുൾ മസിൽ പെയിൻ ആണ്. പിന്നെ അത് മാത്രല്ല, ഞാൻ ആദ്യം പോക്ക് 2 ദിവസം പോയിട്ടുണ്ടായത് ഒരു 10 മണി 11 മണി ആ സമയത്താണ്. അപ്പോൾ ആ ടൈം വർക്ക് ഇല്ലാത്തതുകൊണ്ട് ആ ടൈം ചൂസ് ചെയ്തു. ഇന്ന് നമുക്ക് വർക്ക് ഉണ്ടായതുകൊണ്ട് തന്നെ മോർണിംഗിലേക്ക് മാറ്റിട്ടാ. പിന്നെ അത് മാത്രല്ല, നമുക്ക് രാവിലത്തെ വർക്ക് വരുന്ന സമയത്ത് കുറച്ചും കൂടി ലേറ്റ് ആയിട്ടാണ് ഇവിടെ പോവാ. അന്നേരം വർക്ക് വരുന്നത് നമുക്ക് ഒരു 11 മണി ആ സമയത്താണ് വരുന്നത്. ഇന്നിപ്പം വർക്ക് വരുന്നത് 11 മണിക്ക്. സാധാരണ നമുക്ക് വർക്ക് വരുന്നത് രാവിലെ 5 മണിക്കൊക്കെയാണ്. അപ്പൊ ആ ഒരു സമയത്ത് നേരെ ഇങ്ങോട്ടേക്ക് പോകണേ, ഒരു 10 മണി 11 മണി ആ ടൈമിന് പോകണ്ടേ. ഇന്നിപ്പോ നമ്മളിപ്പോ 6 മണി ആ സമയത്താണ് ജിമ്മിന് പോകുന്നത്. ഇതിട്ടിട്ടല്ലേട്ടാ ജിമ്മില് വർക്ക്ഔട്ട് ചെയ്യാ. ഇത് ജസ്റ്റ് ഇവിടുന്ന് അവിടത്തേക്കുള്ള ഒരു കവറിങ് മാത്രമാണ്. ഞാൻ ചായ കുടിച്ചു. നെതിർക്ക ചായ കുടിച്ചില്ല. ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ചായ കുടിക്കാന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയില്ല തോന്നി. ഞാൻ പറഞ്ഞു നമുക്ക് ഒന്നിച്ച് ബ്ലോക്കെല്ലാം എടുക്കണ്ടേ ഇന്നലെ രാത്രി പറഞ്ഞു വെച്ചതാ. അപ്പൊ ആൾക്ക് ഓർമ്മയില്ല തോന്നുന്നു. മുട്ടയും ചായയും ഞാനും മുട്ടയും ചായ. പഴം വേണോ? ഡയറ്റിങ് എന്തെങ്കിലും? ഡയറ്റിങ് തന്നിട്ടില്ല, തരുമെന്ന് വിചാരിക്കുന്നു. തന്നിട്ടില്ലെങ്കിൽ ചോദിച്ചിട്ട് വാങ്ങിക്കണം ഗൈസ്. അതാണ് ഇപ്പൊ അവളുടെ അവസ്ഥ. എങ്ങനെയെങ്കിലും മെലിയാണ്. ഇതുവരെ ഇത്ര വെയിറ്റ് തടി കൂടുന്നുണ്ടോ എന്തായാലും ഡയറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇത്രയും ഒരു വെയിറ്റ് ആയിട്ടുണ്ടായിട്ടില്ല. ഫസ്റ്റ് ടൈം ആയിട്ടാ ഇത്രയും ഹൈ വെയിറ്റ് ആകുന്നത് ഗൈസ്. നമ്മൾ കുഞ്ഞ് സ്റ്റാർട്ടിങ്ങിലായതുകൊണ്ട് ബാഗും കാര്യമൊന്നും ഇല്ല കേട്ടോ. ഒരു ബോട്ടിൽ വെള്ളം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞിട്ട് അവ ഡെവലപ്പ് ചെയ്യണം. ഇത് എത്ര കാലം പോകുന്നൊന്നും അറിയൂല. പോയിട്ടുണ്ടായിനി ഒരു നെസൂന് പ്രഗ്നന്റ് ആവുന്നതിന് മുമ്പല്ലേ. അന്നേരം എനിക്ക് തൈറോയിഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിന്. 2 വർഷം മുമ്പാ, കൊറോണന്റെ കുറച്ച് മുമ്പാണ്. അപ്പൊ 2 വർഷമല്ല 3 വർഷം മുമ്പാ. ഇതേട്ടാ നമ്മളെ ജിമ്മിന്റെ സ്ഥലം വരുന്നത് മാട്ടൂർ തന്നെയാണ്. മസിൽ ഫാക്ടറി ഇവിടെയാണ് പോകുന്നത്. അവരോട് ചോദിച്ചു നോക്കട്ടെ അല്ലേ, എടുക്കാൻ വേണ്ടിയിട്ട്. അവർക്ക് ഓക്കെ ആണെങ്കിൽ നമ്മളെ ജിം മാസ്റ്ററിലും ഇതിൽ ഉൾപ്പെടുത്താന്ന് വിചാരിക്കുന്നു. അപ്പൊ ഞാൻ പോട്ടെ തീർക്കാം. ഉണ്ടാക്കാനാ അയ്യോ ഓക്കെ. അപ്പൊ ശരി, വിളിക്ക്. നമ്മളെ ലൈഫിലേക്ക് ഒരു ബേബി വരുന്ന സമയത്ത് ലൈഫിൽ ഒരുപാട് ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമുണ്ട് അല്ലേ. അതിൽ ഏറ്റവും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യമാണ് നമ്മളെ ബേബിക്ക് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഡയപ്പർ സെലക്ട് ചെയ്യാന്നുള്ളത്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന്റെ സൈസ്, പിന്നെ അതുപോലെ തന്നെ ലീക്കേജ്, ഇവ ഒന്നും നോക്കാണ്ട് തന്നെ നമ്മൾ വേഗം തന്നെ ഒരു ഡയപ്പർ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മള് ബേബീസിന് അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ലീക്ക് ആവും. പിന്നെ അതുപോലെ തന്നെ ബേബീസിന് റാഷസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ബേബി അത്രയും അൺകംഫർട്ടബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ എന്റെ ബേബിക്ക് ഞാൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഡയപ്പർ നമ്മളെ ബേബിന്റെ ഫസ്റ്റ് ഡേ മുതൽ തന്നെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഡയപ്പറിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്ന് പറയുന്നത് ലീക്ക് ആവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ ഒരു ഡയപ്പറിൽ 5 ലെയർ സൂപ്പർ ലൈറ്റ് കോറാണ് കേട്ടോ വരുന്നത്. അതുകൊണ്ട് തന്നെ ലീക്ക് ആവാൻ ചാൻസേ ഇല്ല.
പിന്നെ 12 hours ലോങ് ലാസ്റ്റിംഗ് ആയിട്ടാ വരുന്നത്. അതുപോലെ തന്നെ എയർ കംഫർട്ടും കൂടിയാണ്. നമ്മൾ ബേബിന്റെ സ്കിൻ കെയർ ഒക്കെ നോക്കുകയാണെങ്കിൽ ഇതിൽ ആന്റി റാഷ് അലോവേറ ലോഷൻ ഉള്ളതുകൊണ്ട് തന്നെ റാഷസ് അങ്ങനെയുള്ള ഒന്നും തന്നെ ഉണ്ടാവില്ല. നമുക്ക് ഈ ഒരു പാൻസിന്റെ അബ്സോർബൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഞാനിത് ഒരു ഗ്ലാസ്സിൽ 500 ml കളർ വാട്ടർ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഫുള്ളായിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമ്മളെ പാൻസ് ഫുള്ളായിട്ട് അബ്സോർബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടിഷ്യൂ വെച്ചിട്ട് എത്രത്തോളം ഡ്രൈ ആയിട്ടുണ്ട് നോക്കട്ടെ. നമ്മൾ ടിഷ്യൂവിൽ ഒരു തുള്ളി പോലും വെള്ളമില്ല, ഫുൾ ഡ്രൈ ആയിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ ഇത് നമുക്ക് എന്താ സ്ക്വീസ് ചെയ്ത് നോക്കട്ടെ. ഈ വെള്ളം പുറത്തേക്ക് വരുന്നുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് സ്ക്വീസ് ചെയ്ത് നോക്കാം. ഇതാ സ്ക്വീസ് ചെയ്തിട്ടും ഒരു തുള്ളി പോലും പുറത്തേക്ക് വന്നില്ല. അത്രത്തോളം നമ്മളെ പാൻസ് അബ്സോർബ് ചെയ്തു കേട്ടോ വെള്ളം. അപ്പോൾ ഈ വെള്ളമെല്ലാം എവിടെയാണ് പോയതെന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഈ പാൻസ് നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. കട്ട് ചെയ്തിട്ട് ഇതാ ജെല്ല് പോലെയാണ് ആയിട്ടുള്ളത്. അവിടെ ഒരു ലിക്വിഡോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇതിൽ അലോവേറ ഉള്ളത് കൊണ്ട് തന്നെ നല്ല സ്മെല്ലാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ 0 ഇറിറ്റേഷനും കൂടിയാണ്. പിന്നെ ഇതിന്റെ മെറ്റീരിയൽ പറയുകയാണെങ്കിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. നമ്മളെ ബേബി അത്രയും കംഫർട്ടബിൾ ആയിരിക്കും കേട്ടോ. പിന്നെ ഇതാ ഇവിടെ ഇങ്ങനെ ഒരു യെല്ലോ കളർ ലൈന് കൊടുത്തിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ബേബിന്റെ യൂറിൻ നിറഞ്ഞിനോ മനസ്സിലാവാനാണ് കേട്ടോ. യൂറിൻ നിറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ബ്ലൂ കളറായിട്ട് മാറും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിക്കർ കൊടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ യൂസിന് ശേഷം ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എളുപ്പത്തിനാട്ടോ. ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഈ ഒരു സ്റ്റിക്കർ ഇവിടെ ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമുക്ക് വേഗം തന്നെ ഡിസ്പോസ് ചെയ്യാം. അപ്പൊ നമ്മളെ ലവ് ലാപ്പിന്റെ സുപ്രീം പാൻസ് ഡിഫറെന്റ് സൈസിൽ അവൈലബിൾ ആണ് കേട്ടോ. നമ്മളെ ബേബിന്റെ ഓരോ മന്തിലും ഓരോ സൈസ് ആയിരിക്കും. അപ്പൊ അത് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. അപ്പൊ ഇത് വാങ്ങിക്കാനുള്ള ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാന് മർസീനൊക്കെ ഉണ്ടാക്കി വരുമ്പോഴേക്ക് നെസ് ബേബി ഉറങ്ങി എണീച്ചിട്ടുണ്ടായി കേട്ടാ. വാ ഇന്നോടെ പോയിനി ജിമ്മിനാ. എന്തിനാ ജിമ്മിന് വന്നു മീ? ജിമ്മാക്കാനല്ലേ? വാ ബ്രഷ് ചെയ്യാലോ. ബ്രഷ് ചെയ്യാ. ബാപ്പ ബ്രഷ് ചെയ്ത് ചെയ്തിട്ടില്ല. വാ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വർക്കൗട്ടും കാര്യമൊക്കെ കഴിഞ്ഞു കേട്ടോ. നമ്മളെ ട്രെയിനറെ പരിചയപ്പെടുത്തി തരാം. ജസ്റ്റ് കൊടുത്തു. എവിടെ ഇതായിട്ടാ ആള്. പേര് പറഞ്ഞു അനഘ. അടിപൊളിയായിട്ട് അടിപൊളി ട്രെയിനറാണ്. ഞാൻ 3 day ആയിട്ട് കേട്ടോ വന്നിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇവിടെ അടുത്ത് തന്നെയല്ലേ അപ്പം നമ്മള് ആർക്കെങ്കിലും ജിമ്മിൽ നമ്മുടെ മാട്ടൂലി ഏരിയയിൽ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ വന്നു കേട്ടാ. അടിപൊളിയാണ്, നല്ല സെറ്റാണ്. അവിടെ മസ്സി വിളിച്ചിട്ടുണ്ട്. ജിമ്മിൻ്റെ കഴിഞ്ഞു വന്നു കേട്ടാ. നമ്മൾ കൂട്ടാൻ പോവുകയാണ്. ഒരാൾ എന്നോട് ബെൽറ്റ് ഇട്ടാന്നൊക്കെ പറഞ്ഞിട്ട് ബെൽറ്റെല്ലാം ഇട്ടിട്ടുള്ളത്. എന്തിനാ ബെൽറ്റ് ഇട്ടിട്ട് ഇടാൻ മുട്ടിട്ടാ. നെതിയർക്ക് വരുന്നുണ്ട് കേട്ടാ. ഞാൻ കുറച്ച് ഇങ്ങോട്ട് വരെ നടന്നു. കാരണം ഇന്ന് ഞാൻ കുറച്ച് ലേറ്റ് ആയിട്ടാണ് ജിമ്മിലെത്തിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 hour വർക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ലോ. അപ്പോൾ അതുവരെ കുറച്ച് നടക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ രാവിലെ മോർണിംഗിലോ നടക്കാന്ന് പറയുന്നത് ഒരു ചില്ലും കൂടിയല്ലേ. ഉമ്മി നമ്മളെ കാണായിട്ട് നടന്ന് ഇങ്ങോട്ട് എത്തി തോന്നിട്ടാ. നിർത്തൂ. ഹലോ, എന്താണ് ഞാന് മഴ പെയ്യുന്നിട്ട് ഇങ്ങനെ വിചാരിക്കും അത് വേഗം എത്തിയില്ലെങ്കിലും അത് ഇങ്ങനെ നടന്നു. അല്ല കൊഴപ്പില്ല. ഞാൻ പറഞ്ഞിട്ടില്ലേ കുറച്ച് ലേറ്റ് ആണ്. അതുകൊണ്ട് എനിക്ക് 1 hour കിട്ടിയിട്ടുണ്ടായിട്ടില്ല വർക്ക്. ബൈ. ആരാ? നല്ല മഴയാണ് കേട്ടോ. നമ്മള് വീട്ടിലെത്തി. നല്ല മഴയാണ്. അതിന് കുറച്ചും കൂടി ലേറ്റ് ആയിനെങ്കിലുണ്ടല്ലോ നേർക്ക. ഞാൻ മഴയത്ത് മോയ ആയേനെ. കോടയും എടുത്തിട്ടില്ല. നടന്നിട്ട് വരാൻ എല്ലാരും തീർക്ക നല്ല രസമുണ്ട് ഇങ്ങനെ നടന്ന് വരാൻ വേണ്ടീട്ട്. നല്ല മഴയാണ് കേട്ടോ. ഇന്നും മഴ തന്നെയാന്നല്ലേ. ഇന്നലെയും നല്ല ഫുള്ള് മഴ തന്നെയാ ഉണ്ടായത്. വർക്കിന് പോകുന്ന സമയമായിട്ടാ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന്. അപ്പൊ ജസ്റ്റ് ഒരു ഗെറ്റ് റെഡി വിത്ത് അമ്മ മേക്കപ്പ് ഇടാൻ വേണ്ടി പോവേന്ന്. അതിന് മുമ്പായിട്ട് അപ്പൊ അപ്പൊ അതിന് മുമ്പായിട്ട് ഞാൻ ഒന്ന് ജസ്റ്റ് റെഡി ആവാന്ന് വിചാരിച്ച. കാര്യമായിട്ടൊന്നുമില്ല. ഒരു മോയ്സ്ചറൈസർ, ഒരു ലിപ് ബാം, ഒരു ലിപ്സ്റ്റിക്ക്, ഒരു കൺസീലർ വെച്ചിട്ട് അതാണ് എൻ്റെ ഫേസ് മേക്കപ്പ് എന്ന് പറയുന്നത്. അത്രേ ഉള്ളൂ കേട്ടോ. കാര്യമായിട്ടൊന്നുമില്ല. അപ്പൊ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തു.
എന്താ പറയുന്നത് അത് കേട്ട് അതേപോലെ പറയാൻ നിന്നോട്ടാ. പിന്നെ ഒരു ലിപ് ബാം, ഒരു ലിപ് ബാം. ഇനി എൻ്റെ ഒരു കൺസീലർ അപ്ലൈ ചെയ്യും, പിന്നെ ഒരു ലിപ്സ്റ്റിക്ക് ഇട്ടാൽ അതന്നെ കേട്ടോ നമ്മളിപ്പോഴത്തെ ഫേസ് മാസ്ക് അല്ല, ഫേസ് മേക്കപ്പ് എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടാ. ഇനി ജസ്റ്റ് ഒന്ന് ഹിജാബ് റോൾ ചെയ്യും, അത്ര തന്നെ, അത്രേ ഉള്ളൂ. ഹിജാബ് റോൾ ചെയ്തോ? എല്ലാരും പറയുന്നുണ്ട് ഹിജാബ് റോൾ ചെയ്തിട്ട് മർസിനെ കാണാൻ ഹിജാബ് റോൾ ചെയ്യാൻ തന്നെയാണ് എനിക്കും ഇഷ്ടം, പക്ഷേ അല്ലേ ഭയങ്കര ചൂടായിരിക്കും, അതുകൊണ്ടാണ് ഹിജാബ് ചെയ്യാൻ ഇപ്പൊ ഭയങ്കര മടി വരുന്നത്. കാരണം ഫേസിൽ അധികം ഹീറ്റ് അടിക്കുമ്പം എൻ്റെ ആ അലർജി പുറത്തേക്ക് വരും. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കണ്ടേ? ഫുഡ് കഴിച്ചോടെ ഇനി നേരെ മർസിന്റെ വർക്ക് തന്നെ കേട്ടോ. അപ്പൊ ഇന്നത്തെ മോർണിംഗ് റുട്ടീൻ, മർസിന്റെ മോർണിംഗ് വ്ളോഗ് ഇവിടെ പിന്നെ മെയിനായിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ മർസി പുതിയതായിട്ട് ചേർന്ന ജിമ്മിന് പോയി. അത് തന്നെയാണ് മെയിൻ ചേഞ്ച് തന്നെയാണ്. പേഴ്സണലി നല്ല എനർജി ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഡയറ്റും കാര്യമൊന്നും ഞാൻ നോക്കുന്നില്ല കേട്ടാ. ഈ വ്ളോഗ് എൻ്റെ മറ്റേ ട്രെയിനർ കാണുകയാണെങ്കിൽ നാളെ മുതൽ തന്നെ ഇത് തരും എന്തായാലും. മറ്റേ ഡയറ്റും കാര്യം ചോദിച്ചിട്ടില്ല, ചോദിക്കണം ഇൻഷാ അല്ലാ. എന്നാലേ കുറച്ചും കൂടി വേഗത്തിൽ തന്നെ സ്ലിം ആവും. വർക്കൗട്ടും ഇതും കൂടി ഒന്നിച്ച് പോകുമ്പോൾ വേഗം അതിന്റെ ഒരു റിസൾട്ട് കിട്ടാം. അപ്പൊ നമുക്ക് ഈ ഒരു വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നത്. എത്ര അപ്പൊ ബൈ.